പടന്നക്കാട് നെഹ്റു കോളേജിൽ തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയെന്ന പരാതിയുമായി SFI. സംഭവത്തിൽ പരിക്കേറ്റ ഭിന്നശേഷിക്കാരനായ യൂണിറ്റ് അംഗമടക്കമുള്ളവർ ചികിത്സ തേടി. സംഭവം ആസൂത്രിതമെന്ന് കാണിക്കുന്ന UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റും പുറത്ത്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, Gold and Diamonds, Bank Road and Court Road, Kasaragod. Forever shine. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ പടന്നക്കാട് നെഹ്റു കോളേജിൽ SFI പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതായി പരാതി. പ്രചരണത്തിന്റെ ഭാഗമായി കോളേജിലെത്തിയ സംഘം മനഃപൂർവ്വം അക്രമം നടത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പരിക്കേറ്റ 8 വിദ്യാർത്ഥികളെ കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI ഏരിയ പ്രസിഡന്റ് ആദിത്യൻ, വൈസ് പ്രസിഡന്റ് P. നിഖിലേഷ്, അഭിറാം, ശ്രീജേഷ്, നിരഞ്ജന ഷാജി, ബ്രിജേഷ്, ഗൗതമാനന്ദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, KSU നേതാക്കളായ പ്രവാസ് ഉണ്ണിയാടൻ, വിഷ്ണു വത്സൻ, MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, നാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള UDF-കാരാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം DJ പരിപാടിയുടെ കടയിൽ സന്ദീപ് വാര്യർ വന്നു. സന്ദീപ് വാര്യർക്ക് യൂത്ത് കോൺഗ്രസിന്റെയും MSF-ന്റെ KSU പ്രവർത്തകരുണ്ടായിരുന്നു. മനഃപൂർവ്വ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി എടുത്തത്. വിദ്യാർത്ഥിനിയാണെന്ന് പോലും വകവെക്കാതെ എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നു. നമ്മളെ യൂണിയൻ ചെയർമാൻ കൃത്യമായി മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. അത് വകവെക്കാതെ കോളേജിനകത്ത് ഇടിച്ചു കയറുകയുണ്ടായിരുന്നു. തിങ്കളാഴ്ച കോളേജ് ഡേ നടക്കുന്നതിനിടെ പകൽ 3:30-നാണ് UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. സന്ദീപ് വാര്യർ പ്രിൻസിപ്പലിനെ മുറിയിൽ പോയി കണ്ടു. ഹാൾ അടച്ചിട്ട് നടത്തുന്ന പരിപാടിയായതിനാൽ സ്ഥാനാർത്ഥി മാത്രം അകത്തു കയറിയാൽ മതിയെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. തനിക്കൊപ്പമുള്ളവരെയും കയറ്റണമെന്ന് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. യൂണിയൻ ഭാരവാഹികളോട് ഇക്കാര്യം സംസാരിക്കാൻ പ്രിൻസിപ്പൽ പോയ സമയത്ത് UDF സംഘം ഹാളിനകത്തേക്ക് തള്ളിക്കയറി. സ്ഥാനാർത്ഥി എത്തുന്നതുവരെ നേതാക്കൾക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി മാത്രം ഹാളിൽ വന്ന് വോട്ടഭ്യർത്ഥന നടത്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പ്രസംഗിച്ചിട്ടും മതി കോളേജ് ഡേ എന്ന് പറഞ്ഞ് സംഘർഷമുണ്ടാക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിനിടെ ഭിന്നശേഷിക്കാരനായ SFI എക്സിക്യൂട്ടീവ് അംഗം ശ്രീഹരിയെ UDF പ്രവർത്തകർ ആക്രമിച്ചു. കോളേജിലകത്തെ വിദ്യാർത്ഥികളെ കാണാനുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് DJ ഹാളിലേക്ക് കടന്നു വന്ന് വരാനുള്ള പെർമിഷൻ ഉണ്ടായില്ല. ആ സമയത്താണ് ഈ സംഘർഷം ഉണ്ടായത്. അതേസമയം SFI വിദ്യാർത്ഥികൾ പ്രചരണത്തെ എതിർത്തതായും ആക്രമിച്ചതായും കാണിച്ച് സന്ദീപ് വാര്യറും ചികിത്സ തേടി. സംഭവത്തിൽ നീലേശ്വരത്ത് UDF നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. എന്നാൽ ആക്രമണം ആസൂത്രിതമാണെന്ന് കാണിക്കുന്ന തരത്തിൽ UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവർ ശരിക്കും നമ്മുടെ ട്രാപ്പിൽ വീണ പോലെയായി, നല്ലൊരു പ്രചരണ ആയുധമായി എന്ന് പറയുന്ന വാട്സ്ആപ്പ് ചാറ്റും പുറത്തു വന്നിട്ടുണ്ട്. News 14 ലൈവ്, കാസർഗോഡ്.